മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോസ് എന്താണെന്ന്. അപ്പോൾ മിക്കപേരും പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങൾ കാരണം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റാറില്ല, ലൈക്ക് നമ്മൾ ഓഫീസിൽ പോകുന്നതൊക്കെ കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വീക്കെൻഡാണ്, പക്ഷേ ഞാൻ ഇന്ന് തൃശ്ശൂർ പോയിട്ടുള്ള ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. കരിങ്കുളം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മുടി നമ്മുടെ വീട്ടിലോട്ട് ഇന്ന് വരുന്നുണ്ട്. ഇന്നിവിടെ ഇറക്കി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരുള്ളവർക്ക് ഈ പരിപാടി അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് കാണിച്ചു തരാം എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. ഇന്ന് വൈകിട്ടാട്ടോ അവർ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഉച്ച വരെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. എന്നാലും നമുക്ക് വീടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട്, കുറച്ച് അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്ന് ഉച്ച വരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വേറെ അല്ലറ ചില്ലറ ജോലികൾ വീട്ടിൽ തന്നെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ പൊങ്കാല ഇടുന്നതിൻ്റെ കാര്യമുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് ഇടാനുള്ള കോസ്റ്റ്യൂം ഇന്നലെ ബാലരാമപുരം കൈത്തറിയിൽ നിന്നൊരു സെറ്റും മുണ്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇനി അടുത്ത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മിക്കവാറും റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് കണ്ടു തുടങ്ങാം. സോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയും നല്ല ചൂട് ചായയായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് ചാണകം ഒഴുകാനായിട്ടുണ്ട് കേട്ടോ. 2 ദേവിമാരാണ് വരുന്നത്. അപ്പോൾ 2 പേർക്കും കൂടെ രണ്ടായിട്ട് റൗണ്ടായിട്ട് നമ്മൾ ചാണകം ഒഴുകാനായിട്ടുണ്ട്. അതിൻ്റെ മേളിൽ പീഠത്തിലാണ് ദേവി ഇരുത്താറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ അപ്പുറത്തെ വീട്ടിലൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയായിരുന്നു നമുക്ക് ചാണകം ഒഴുകി തന്നുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലായി തുടങ്ങിയത്. ആൾ മരിച്ചുപോയി. അപ്പോൾ ഇന്ന് ചാണകം ഒഴുകുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരിയെ പറ്റിയാട്ടോ ആദ്യം ഓർത്തത്. അപ്പോൾ നമുക്ക് ചാണകം ഒഴുകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ 3 റൗണ്ടായിട്ടാട്ടോ ചാണകം ഒഴുകിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഇരിക്കുന്ന ഈ ഒരു റൗണ്ടിലാണ് മൂത്ത ദേവി ഇരുത്തുന്ന, ആ ഇരിക്കുന്നതിൽ ഇളയ ദേവി ഇരുത്തും. പിന്നെ ഉള്ളത് ഗണപതിക്കുള്ളതാട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകാനായിട്ടൊന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഫേസ് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പൗഡർ ആട്ടോ, യാർഡ്ലിയുടെ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മസ്കാര ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, അത് മെയിനായിട്ടുള്ള സംഭവമാണല്ലോ. പിന്നെ കുറച്ച് സിന്ദൂരം കൂടെ ഇട്ടിട്ടുണ്ട്. ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ മേക്കപ്പ് ആയിട്ടൊന്നും ഇല്ല, സൺസ്ക്രീനാണ് മെയിനായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് മസ്റ്റായിട്ടുള്ള സാധനമാണ്, അതുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ, പൂജാ സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ടാണ് പോകുന്നത്. അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല, അതൊന്നും വലുതായിട്ട് കാണത്തില്ല. അത് വാങ്ങിയിട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ച് വീട്ടിലെത്തണം. നമുക്ക് ഇന്ന് കുറച്ച് വിളക്കിരിപ്പുണ്ട്, ആ വിളക്കെല്ലാം ക്ലീൻ ആക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ ഈ വിളക്കൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്നത് കൊണ്ട് അത്രമാത്രം പൊടി ആ ഒരു വിളക്കിൽ കാണും. അതുകൊണ്ട് നല്ല രീതിക്ക് അതിനൊന്ന് തേച്ച് കഴുകി എടുക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 10:45 നമുക്ക് വേഗം തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബാക്കി പരിപാടികളിലോട്ട് കിടക്കാം. വൈകിട്ടാട്ടോ അവർ വരുന്നത്, അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. പയ്യെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് 3 വിളക്കും 2 തട്ടും ആട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വിമ്മിൻ്റെ പൊടിയും അതുപോലെ തന്നെ പുളിയും കൂടെ എടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വിളക്കിന് തന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ സ്ക്രബ് ചെയ്യാനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തട്ടും കൂടെ നല്ല രീതിക്കൊന്ന് തേച്ചെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നല്ല രീതിക്കൊന്ന് കഴുകി കൂടെ എടുക്കുന്നത്. അപ്പം നമ്മുടെ വിളക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ വിളക്കെല്ലാം തേച്ചുരച്ച് കഴിഞ്ഞു. 1 വർഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അത് കഷ്ടപ്പെടേണ്ടി വന്നു, അതൊന്ന് വെളുപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ പൊങ്കാലയുടെ പരിപാടി ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് പൊങ്കാല ഇടുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. പൊങ്കാല ഇടുന്നതിന് മുന്നേ നമുക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു വെജിറ്റേറിയൻ കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ് പപ്പടവും പുളിശ്ശേരിയും പയറ് തോരനൊക്കെ ആയിട്ട്. അതെല്ലാം കഴിച്ചതിന് ശേഷം പൊങ്കാലയ്ക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ശർക്കര നല്ല രീതിക്കൊന്ന് തേങ്ങയൊക്കെ ഇട്ട് ഇടിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ പൊങ്കാല ഇടുന്ന ആ ഒരു കലത്തിലോട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് കൂട്ടി കിട്ടും. അതിനുശേഷം തേങ്ങയൊക്കെ നല്ല രീതിക്ക് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സംഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത് അരി ഇടുന്ന പരിപാടിയാണ്. തിളയ്ക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇത് ചെമ്പാ പച്ചരി ആട്ടോ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മിക്കവരും ആ അരി തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള വെള്ളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇടണം, അതിനുശേഷം ശർക്കര ഇടണം. ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. പുക കാരണം കണ്ണ് നല്ലോണം എരിയുന്നുണ്ട്. പിന്നെ ഇന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വടയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വടയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനി എടുക്കാനായിട്ട് പോകണം.
അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുമ്പം അരി ഇടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അടുപ്പത്തിരിക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അരി ഇടാനായിട്ട് തുടങ്ങാം. ആദ്യത്തെ 3 വട്ടം ഇങ്ങനെ പാത്രത്തിന് ചുറ്റും ചുറ്റിയിട്ടാണ് നമ്മൾ ഇടാനുള്ളത്. ബാക്കിയുള്ള അരിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് എല്ലാവരും കുരവ ഇടാറുള്ളത്. എനിക്കങ്ങനെ കുരവ ഇടാൻ അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാനത് ചെയ്യാത്തത്. അതിനുശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് തേങ്ങയാണ്. തേങ്ങയും നെയ്യും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അതിലങ്ങനെ കിടന്ന് സ്ലോ കുക്കായിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്ക ചതച്ചെടുക്കുന്നുണ്ട്. മണത്തിന് വേണ്ടിയിട്ടാട്ടോ ഏലക്ക ഇടുന്നത്. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വയണയിലയും കൂടി ഇടുന്നുണ്ട്. അത് മണത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ ശർക്കര ഇടാനായിട്ട് പോകുന്നത്. ഈ ഇട്ട ശർക്കരയെല്ലാം മെൽറ്റായി നല്ലൊരു പരുവത്തിൽ കിട്ടുമ്പോഴാണ് പൊങ്കാല റെഡി ആവുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശർക്കര പയ്യെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ പൊങ്കാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ കുറച്ച് ചാണകം മുഴുകില്ല, അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് ഗണപതിയുടെയും ഓമിൻ്റെയും ഒരു പടം നമുക്കതിൽ വരച്ചു കൊടുക്കാം. കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിത് നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള രംഗോലി പൗഡർ കേട്ടോ. അപ്പോൾ ആ രംഗോലി പൗഡർ വെച്ച് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അത് നമ്മുടെ ഇവിടെ വന്ന് കുറച്ച് പേര് ചോദിക്കുകയും ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. നല്ല ഭംഗിയായത് കാണാനായിട്ട്. അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഈ സ്റ്റെൻസിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെ പൊങ്കാലയൊക്കെ ഒരു വിധം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആവാനായിട്ട് തുടങ്ങാം. അവർ എത്താറായതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സെന്ന് പറയുന്നത് ഈ സിൽക്ക് മെറ്റീരിയലിലുള്ള ഒരു ബ്ലൗസാട്ടോ. നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. കൂടെ നമ്മളൊരു സെറ്റ് മുണ്ടാട്ടോ ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത്. പുതിയതാട്ടോ ഇത്. ഈ പരിപാടി പ്രമാണിച്ച് ഞാൻ ബാലരാമപുരം കൈത്തറിയിൽ നിന്ന് വാങ്ങിയിട്ടതാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല മെറൂൺ കളർ ബോർഡറൊക്കെ വന്നിട്ടുള്ള പൊളി സാധനമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഞാനിത് വേഗം തന്നെ ഇട്ടിട്ട് വരാം. ഞാനങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം. താഴെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ റെഡിയാവാൻ തന്നെ കുറേ സമയം എടുത്തു. അതുകൊണ്ടാണ് ബാക്കി കുറേ കാര്യങ്ങൾ എനിക്ക് കാണിക്കാനും പറ്റിയിട്ടില്ല. ഡ്രസ്സിൻ്റെ ഫുൾ ലുക്കും ഞാൻ താഴെ പോയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം താഴോട്ട് പോകാം. ഇതാട്ടോ എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നുവട വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ചായ ഉഴുന്നുവടയായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഒരുക്കാനായിട്ട് ആൾ വന്നു. ആക്ച്വലി ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ തരും. ആ ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചാൽ മാത്രം മതി. അപ്പോൾ പൂജ നടക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുന്നേ ഇത് ഒരുക്കാനായിട്ട് ഒരാൾ വരും. ആൾ വന്നിട്ട് ഏത് രീതിയിലാണ് ഒരുക്കേണ്ടത് ആ രീതിയിലെല്ലാം ഒരുക്കി വെച്ച് തന്നിട്ടായിരിക്കും പോകുന്നത്. പുള്ളി പോയി ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ ാണ് ദേവി നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ പൂജയ്ക്കുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. തട്ടം എല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബാക്കി വിളക്കിൽ തിരിയെല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് അവരിങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ വരാനുള്ളൊരു കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവർ വന്നതിന് ശേഷം ബാക്കി എല്ലാ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സമയമൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ വീട്ടിൽ ദേവി എത്തിയിട്ടുള്ളത്. അങ്ങനെ എത്തിയതിന് ശേഷം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് അവർ നേരെ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്പിങ്സും കൂടി എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ആൾക്കാരൊക്കെ നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പൂജ പ്രമാണിച്ച്. അവർക്ക് എല്ലാവർക്കും പ്രസാദം എടുത്ത് കൊടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രസാദം എടുത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഞാനും കഴിച്ചു നോക്കി. നമ്മളെ പൊങ്കാലയൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെയാട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. കാരണം നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഇന്ന്. എന്താണെന്നറിയത്തില്ല, മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. കുറേ നെഗറ്റീവ് തോട്ട്സൊക്കെ മാറി ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ദേഹത്തോട്ട് കയറിയ പോലത്തെ ഒരു നല്ലൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരാഴ്ചത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.